ഹായ് സോൾസ് സുഭാഷ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അതായത് അവരുടെ ഫീലിങ്സ് തന്നെയാണ്, പക്ഷേ അവർ നിങ്ങളെപ്പറ്റി എങ്ങനെയാണ് ധരിച്ചിരിക്കുന്നത്, അതായത് നിങ്ങളെപ്പറ്റി എങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, പ്ലീസ് യൂണിവേഴ്സ്. 3 of Wands ആണ് ഫസ്റ്റ് കടന്നിരിക്കുന്നത്. 2 of Wands and King of Cups and Queen of Pentacle, Hierophant, 8 of Pentacle, Page of Cups, the Devil. Okay. 9 of Wands ബോട്ടം ഓഫ് ഡെക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഏസ് ഓഫ് പെൻറ്റിക്കിളും ബോട്ടം ഓഫ് ഡെക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം, റീഡിങ്ങിലേക്ക് കിടക്കാം. എന്താണ് നിങ്ങളെ കാണുന്നത്? ഒരു പ്രത്യേക പേഴ്സൺ ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. നിങ്ങളൊരു മാരീഡ് ആൻഡ് അതുക്കും മേലെ എന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് അവർ കാണുന്നത്. അതായത് മാരേജ് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. മാത്രമല്ല, നല്ലൊരു സൗഹൃദപരമായിട്ടും നിങ്ങളെ അവർക്ക് നല്ല ആശ്വാസപരമായിട്ട് നിങ്ങളെ ചിലപ്പോൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ അവർക്ക് നല്ല സമാധാനം കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങളെ സ്നേഹം കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളാണ് അവരുടെ ലോകമെന്ന് അവർ കാണുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പ്രൊപ്പോസ് ചെയ്യണം. നല്ല ഇമോഷൻസ് പരമായിട്ട് ഭയങ്കര ബാലൻസിങ് ആയിട്ട്, നല്ല ഇമോഷൻ പരമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വ്യക്തിയും കൂടെയാണ്. ക്യൂൻ ഓഫ് പെൻറ്റിക്കിൾ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഹോൾഡ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്, നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അവർ. മാത്രമല്ല, നിങ്ങളൊരു ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ആണ് എന്നുള്ളത് അവർ തിരിച്ചറിയണം. ഹെയറോപ്പൻ എന്ന് പറഞ്ഞാൽ ഒരു ചിലപ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ്റെ ഒരു കാർഡും കൂടെ തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ 8 of Pentacle എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പ്രൊപ്പോസൽ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർ സെക്ഷൽ അഡിക്ഷന് ഒരു പാഷനായിട്ടൊക്കെയാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, നിങ്ങളിൽ ആ ഒരു വികാരവും കൂടെ അവർ നിങ്ങളിൽ കാണുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് നിങ്ങളോട് ഒരുപാട് സംസാരിക്കണം, ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ തുറന്ന് പറയണം എന്നുള്ളൊരു സിറ്റുവേഷൻ പക്ഷേ അവർ ഈ ഒരു സിറ്റുവേഷനിലാണ്, അതായത് അവരുടെ അതിരുകൾ അവിടെ വെച്ചിട്ട് അവർ കാവൽ നിൽക്കുന്നൊരു അവസ്ഥ. അവരുടെ ഇമോഷൻസൊക്കെ അവിടെ ഇതാക്കിയിട്ട് അവർ നിൽക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ പറയുന്ന പറഞ്ഞാൽ അവർക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെ ആ ഒരു ലെവലിൽ തന്നെയാണ് കാണുന്നത്. ഒരു ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സണായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത്. ഒരു മൂല്യമുള്ള ഒരാളായിട്ട്, അവരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരാളായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഡിവൈൻ തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഡിവൈൻ ആൻഡ് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ എന്ത് ഗൈഡൻസാണ് കേൾക്കേണ്ടത് ഇന്നത്തെ ദിവസം നോക്കാം. ഓ മൈ ഗോഡ്, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സുകൾ ഉണ്ടായിരിക്കാം, ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുമായുള്ള ഒരു ജീവിതമാണ് എങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെയാണ് അവർക്ക്. ഓക്കെ, മാത്രമല്ല ദ എംപ്രസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 9 of Pentacle ആൻഡ് ദ ഹെർമിറ്റ്. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഈ ഒരു അലസതയും മടിയും, അതായത് അലസതമായിട്ട് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. നിങ്ങളൊരു ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ളൊരു ലേഡി ആയിട്ടാണ് അവർ കാണുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു എനർജിയിൽ നിൽക്കുക എന്നാണ് പറയുന്നത്. ഹെർമിറ്റ് മൂഡിൽ ചിലപ്പം നിങ്ങൾ ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒറ്റപ്പെട്ട് അലോൺസ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ വിഷമങ്ങൾ യൂണിവേഴ്സ് കാണുന്നുണ്ട്. പക്ഷേ യൂണിവേഴ്സ് എന്തായാലും ആക്ഷൻ എടുക്കും എന്നാണ്, സമയം വരുമ്പോൾ ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ഈ ഒരു ലേഡി കണ്ടില്ലേ? അപ്പോൾ അതാണ് പറയുന്നത്, യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, മാത്രമല്ല നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഈ ഒരു സിറ്റുവേഷനിലേക്ക് മാറണം എന്നും പറയുന്നുണ്ട്.
പിന്നെ ഹെർമിറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാവുമ്പോഴാണ് നമ്മളെ കണ്ടെത്തുന്നത്, നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒരാളായിട്ട് വ്യക്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈ സാഹചര്യവും കടന്നു പോകുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ട്രസ്റ്റ് യൂണിവേഴ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിനോട് നന്ദി പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ കറൻറ്റ് ഫീലിങ്ങും നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് ഇതാണ്. അതേപോലെ തന്നെ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഇതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ. ബൈ.